നമസ്കാരം. സുമിയാണ്. ലൈഫ് ഓഫ് അൻസിമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഷോപ്പിംഗ് വ്ളോഗും കുറച്ച് ഫാമിലി വ്ളോഗും ഉണ്ടാവും. ഞാനിന്ന് കോഴിക്കോട് പോവാണ്. 7ാം മാസമൊക്കെ ആയി. അപ്പോൾ 7ാം മാസമൊക്കെ കൂട്ടിക്കൊണ്ടു പോകാനായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സാരി എടുക്കാമെന്ന്. വേറെ ഒന്നുമല്ല, കോഴിക്കോട് പോകണം, നമ്മുടെ നിലമ്പൂരൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ ചിന്നു, മിന്നു, അഞ്ചി, അനിയത്തിയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കോഴിക്കോടുണ്ട്. അഞ്ചീൻ്റെ വീട്ടിൽ വിരുന്ന് പോയതാണ്. അപ്പോൾ പിന്നെ അവരെയൊക്കെ കൂട്ടിയിട്ട് അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരു 2 മണിക്കൂറും കൊണ്ട് നമ്മൾ കോഴിക്കോടെത്തും. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വളകാപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നടത്തണം എന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഇവിടെ നാട്ടിൽ വന്നപ്പോൾ അരുണേട്ടൻ്റെ ചേച്ചി പറഞ്ഞു നമുക്ക് വളകാപ്പ് നടത്തിയാലോ എന്ന്. അതേപോലെ തന്നെ ചിന്നു മിന്നും അഞ്ചൊക്കെ പറഞ്ഞു ചേച്ചി വളകാപ്പ് നടത്താം, രസമല്ലേ, അതൊക്കെ ഒരു മെമ്മറി അല്ലേ എന്ന്. അങ്ങനെയാണ് എൻ്റെ മനസ്സ് മാറിയിട്ട് വളകാപ്പ് നടത്താം എന്നുള്ളൊരു ഇതിൽ വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ പോണതൊരു ഞായറാഴ്ചയോ തിങ്കളാഴ്ചയാണ് ഞങ്ങൾ പോയ ദിവസം. അപ്പം ഞായറാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് 2 ദിവസമാണ് വളകാപ്പിനുള്ളത് കിട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ നാട്ടിലെത്തിയപ്പോഴത്തേക്കും 6ാം മാസം ആയിട്ടുണ്ട്. പിന്നെ പെട്ടെന്നായിരുന്നു 7ാം മാസത്തിൻ്റെ ഡേറ്റൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പോൾ അതായത് മെയ് 10-ാം തീയതി മെയ് 14-ാം തീയതിയാണ് നമുക്ക് വളകാപ്പിനുള്ള ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നത്. മെയ് 10-ാം തീയതി എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചയും 14-ാം തീയതി എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ഡേയിലും ആയിരുന്നു. അപ്പോൾ അമ്മ അംഗൻവാടി ടീച്ചറൊക്കെ ആയതുകൊണ്ട് തന്നെ അമ്മേനൊപ്പം വർക്ക് ചെയ്യുന്നവരും അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് എല്ലാവരും ജോലിക്ക് പോകുന്നവരൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും കൂടാൻ പറ്റുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണല്ലോ പൊതുവേ ഫംഗ്ഷൻ ആകുമ്പോൾ. അപ്പോൾ ഞായറാഴ്ച ആക്കാമെന്ന് അങ്ങനെ പെട്ടെന്നായിരുന്നു ഒരു തീരുമാനം ഉണ്ടായത്. അതായത് ഞായറാഴ്ച വൈകുന്നേരം വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് ഡേറ്റ് കണ്ടിട്ടുള്ളത്. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ തന്നെ ഞങ്ങൾ സാരി എടുക്കാൻ പോയി കേട്ടോ. പെട്ടെന്ന് രാത്രിയിൽ അവർ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഈശ്വരാ ഇത് വളകാപ്പ് നടത്തണം എന്ന് എല്ലാവരും പറയുകയും ചെയ്തു, ഒരു സാരി വേണമല്ലോ എന്ന്. അങ്ങനെ എനിക്കായിട്ടൊരു സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ എന്തായാലും ചിന്നും മിന്നും ഒക്കെ അഞ്ചീൻ്റെ വീട്ടിൽ വിരുന്ന് പോയതാണല്ലോ, തിരിച്ചെന്തായാലും അവർ ബസ് കയറി വരണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സാരി എടുത്ത് വരികയും ചെയ്യാം, അവരെങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ജസ്റ്റ് പോയതാണ്. പെട്ടെന്നുണ്ടായിരുന്ന ഒരു പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യം ഒരു ഷോപ്പിൽ കയറി. പക്ഷേ ആ ഷോപ്പിൽ കയറിയപ്പോൾ എന്തോ നമുക്ക് അവിടുത്തെ സാരീൻ്റെ കളക്ഷൻസ് ഒന്നും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കളക്ഷൻസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഇതൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി തരാനൊന്നും അവർക്ക് വലിയൊരു താല്പര്യവും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ വേറൊരു കടയിൽ കയറി. അപ്പം അങ്ങനെ 2 കടയിൽ കയറിയിട്ടാണ് നമ്മൾ സാരി എടുത്തത് കേട്ടോ. പിന്നെ ഒരുപാട് വലിയ വിലേൻ്റെ സാരി എടുക്കണമെന്നും എനിക്കുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ഈ സാരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഉപയോഗിക്കുകയൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ കൂടുതലും ചുരിദാർ, കുർത്തി അങ്ങനത്തെയൊക്കെയാണല്ലോ ഉപയോഗിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് വരണം നമുക്ക് സാരി എടുക്കാൻ. എനിക്കൊന്നും ഇനിയിപ്പോൾ അങ്ങനെ വലിയ പ്രോഗ്രാംസ് വരാനില്ല. കാരണം മലാവിയിലൊന്നും അങ്ങനെ സാരി എടുത്തിട്ടുള്ള പ്രോഗ്രാംസിനൊന്നും ഞാൻ പോയിട്ടില്ല. പിന്നെ വെറുതെ കുറേ ക്യാഷ് മുടക്കിയിട്ട് നമ്മൾ സാരി എടുത്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാനിവിടെ സാരി നോക്കണുണ്ട്. അപ്പോൾ അഞ്ചൊക്കെ വെറുതെ സാരി മേത്ത് വെച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, രസമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഷോപ്പിലെത്തണ വരെ, ഷോപ്പിൻ്റെ ഉള്ളിൽ കയറുന്ന വരെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഏത് കളർ വേണം എങ്ങനത്തെ വേണമെന്നൊന്നും. സാരി അവിടെ നിന്ന് നോക്കി ദേഹത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ മുഖം ബ്രൈറ്റായിട്ട് തോന്നുന്ന ഒരു കളർ എടുക്കുക എന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുതലേ നമ്മൾ ഈ വളകാപ്പ് നടത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. നമ്മുടെ ശരീരത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏതാണ് നമ്മുടെ മുഖത്തിനൊരു ബ്രൈറ്റ്നസ് കിട്ടുന്നത് ആ ഒരു സാരി എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ ഇതേ ഞങ്ങളുടെ സാരി പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് സാരി പർച്ചേസിങ് കഴിഞ്ഞു. ഞങ്ങളൊരു 11:30 കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്, ഷോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ സാരി പർച്ചേസിങ് കഴിഞ്ഞു. എന്നാലും ഒരു 2-3 മണിക്കൂറൊക്കെ എടുത്തു കേട്ടോ സാരി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. എനിക്കെന്തായാലും ഇനിയിപ്പോൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ അൽഫാമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ റൈസ് ഐറ്റംസും നമ്മുടെ
ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണല്ലോ ഉണ്ടാവുക. ഈ പ്രഗ്നൻസി ടൈമിലുള്ള ഷുഗറിന് നമ്മളെ ഷുഗർ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ മധുരം മാത്രമല്ല കേട്ടോ ഒഴിവാക്കുക, നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള അതായത് അരി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഷുഗർ കൺട്രോളിങ്ങിലായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ വീണ്ടും അൽഫാം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും പെട്ടെന്നുള്ളൊരു തീരുമാനം കൊണ്ട് പെട്ടെന്ന് തന്നെ സാരി എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ സാരി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം, സാരിയല്ല ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഈ പെട്ടെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ ആകെ ഒരാഴ്ചേൻ്റെ ഗ്യാപ്പേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഡേറ്റ് ഫിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഒരാഴ്ച നമുക്കുള്ളൂ നമ്മുടെ കയ്യിലിട്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം, വളകാപ്പിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞായറാഴ്ച രാത്രിയിൽ ഡേറ്റ് ഫിക്സ് ആയെന്ന് പറഞ്ഞപ്പോൾ തിങ്കളാഴ്ച രാവിലെ തന്നെ വന്ന് സാരി എടുത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങളത് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ കയറിയപ്പം ഫുഡ് ടേസ്റ്റ് ഉണ്ട്, പക്ഷേ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു കേട്ടോ. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഫുഡ് കിട്ടിയത്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തത് കുറേ നേരം കഴിഞ്ഞിട്ടാണെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് കിട്ടിയിട്ടോ. ഞങ്ങളെല്ലാവരും അൽഫാം പറഞ്ഞു, കൂടെ വന്ന ജിനു ബിരിയാണിയും പറഞ്ഞു കേട്ടോ. അവന് ബിരിയാണി മതി എന്ന് പറഞ്ഞു. അങ്ങനെ അൽഫാമും ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഞങ്ങളുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു 2-2.5 മണിക്കൂറേ ഉള്ളൂ നമ്മളവിടുന്ന് കോഴിക്കോടേക്ക്. പിന്നെ മലാവിയിൽ നമ്മൾ ലോങ് ഡ്രൈവ് ചെയ്ത് ഈ ഇത്ര ദൂരമൊന്നും നമുക്ക് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ അയ്യോ കോഴിക്കോട് പോകണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അത് ഭയങ്കര ദൂരമായിട്ട് തോന്നുമെങ്കിലും മലാവിൽ നമ്മളൊരു സാധനം വാങ്ങണമെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങണമെങ്കിൽ 100 കിലോമീറ്റർ പോകണം. അപ്പം അങ്ങനെ യാത്ര ചെയ്ത് ശീലമായതുകൊണ്ട് ഇതൊന്നും അത്ര വലിയ ദൂരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് ചെറിയൊരു ഈ വെയിലിൻ്റെയും ചൂടിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടുള്ള ചെറിയൊരു ക്ഷീണം ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ സുഖമായിട്ട് യാത്രയൊക്കെ ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ റോഡിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയല്ല, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഭാഗത്തല്ല, അല്ലാതെ തന്നെ നോർമലി പല ഭാഗങ്ങളിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ബസ്സുകാർ സ്ഥലമില്ലാതെ ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തിനാണ് ഇങ്ങനെ കുത്തിത്തിരികി റോട്ടിൽ കൂടെ പോകണതെന്നറിയില്ല. ഒരു അധികമൊന്നും ട്രാഫിക് റൂൾസേ ആരും പാലിക്കുന്നില്ല കേട്ടോ. ഇത് കണ്ടോ, ഞങ്ങളെ വണ്ടീൻ്റെ ഇടയിൽ കൂടെ 3 ഇങ്ങനത്തെ ബസ്സുകൾ കുത്തിത്തിരിക്കി പോയത്. അപ്പോൾ ഇവർ മര്യാദയ്ക്ക് റോട്ടിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല, ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ പോകാൻ പറ്റും കേട്ടോ. ഇത് മുന്നിൽ വണ്ടി ഉണ്ടോ, ബാക്കിൽ വണ്ടി ഉണ്ടോ, സൈഡിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കാതെയാണ് ഈ വലിയ ബസ്സുകാർ അതിൻ്റെ ഇടയിൽ കൂടെ കുത്തിത്തിരിക്കി പോകുന്നത്. അങ്ങനെ കുറേ നേരം ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് കുറച്ച് നേരം അങ്ങനെ ലേറ്റായി. ഞങ്ങളിപ്പോൾ വീട്ടിലെത്താനായിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണാവേ. അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. കാറിൽ നിന്നെല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ജിനു തിരിച്ച് വീട്ടിലേക്കും പോവുകയാണ് കേട്ടോ. അപ്പോൾ വലിയ ക്ഷീണമൊന്നുമില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി വന്നു കേട്ടോ. പോയി വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ വീടിന് നേരെ ഓപ്പോസിറ്റുള്ള നമ്മുടെ മുത്തു ചേച്ചി നല്ല നൈസ് പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഷുഗറാണ്, എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണ്ടേന്നും പറഞ്ഞിട്ട് ചേച്ചി പിന്നെ പത്തിരി ചേച്ചീൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഈ പത്തിരി നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അതിൽ നിന്ന് 2 എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ കുറേ കഴിച്ചു കേട്ടോ. ചിക്കൻ എനിക്ക് ഒരുപാട് കഴിക്കുക കുഴപ്പമൊന്നുമില്ല. ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോട്ടീനാണ് കുറേ കഴിച്ചുകൊണ്ട് ചിക്കനും മീനൊക്കെ എന്നുള്ളത്. അതുകൊണ്ട് ചിക്കൻ ഞാൻ ഒരുപാട് കഴിച്ചിട്ട് ഒരു 2 പത്തിരി അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചിക്കൻ കറി നല്ല പത്തിരിയായിരുന്നു കേട്ടോ. അപ്പം ചിക്കനും പത്തിരിയും ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കനും പത്തിരിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അമ്മ ഈ കടച്ചക്ക ഉണ്ടല്ലോ, നമ്മളെ ചക്കേൻ്റെ ചെറുതല്ലാത്ത മറ്റേ ചക്ക ഉണ്ടല്ലോ കടച്ചക്ക, അത് നന്നായിട്ട് വറുത്തരച്ച് വെച്ചത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ, കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചക്കേനെക്കാട്ടിലും വലിയ ഷുഗർ കടച്ചക്കയിലാണ് ഇരിക്കുന്നത് എന്ന്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ കഴിച്ച 2 പത്തിരി ആണെന്നുണ്ടെങ്കിൽ കടച്ചക്ക ആണെങ്കിലൊക്കെ ഷുഗറിന് കാരണമാവണ സാധനങ്ങളുണ്ടോ. എന്തായാലും ഞാൻ കഴിച്ചു.
അപ്പോൾ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ ചുമ്മാ എടുത്തൊരു വ്ളോഗാണ്. വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചെടുത്തൊന്നുമല്ല. എന്നാലും ചുമ്മാ അതൊക്കെ നമുക്കൊരു മെമ്മറി ആണല്ലോ. നമ്മുടെ വളകാപ്പാണെങ്കിലും അതിന് ഡ്രസ്സ് എടുക്കണമെന്നാണെങ്കിലും ഒക്കെ നമ്മുടെ വളകാപ്പിനൊന്നും നോർമലി ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോണ പരിപാടികളും ഒന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ കല്യാണ സാരി എനിക്ക് അങ്ങനെ കൊള്ളത്തില്ല. കല്യാണ സാരീൻ്റെ ബ്ലൗസ് കല്യാണം കഴിഞ്ഞ് 4 വർഷമായില്ലേ. ബോഡിയിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഒന്നുമില്ല. നല്ലോണം തടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാരി എന്തായാലും നിർബന്ധമാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോയി എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.